ഇന്ന് കുറച്ച് മുള്ള മീൻ, ഉണക്ക മീനാണ്. നമ്മുടെ ഈ ഭാഗത്ത് കടലൊന്നും ഇല്ലാത്തതുകൊണ്ട് ചന്തയ്ക്ക് പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് അമ്മ. കാലുണ്ടാവാതിരിക്കാം കണ്ടോ, എടുത്ത് വെച്ച് 2 ദിവസമായി വാങ്ങിയിട്ട്. എടുത്ത് വെച്ച് ഇങ്ങനെ കവർക്ക് കേട് വന്നിരിക്കുന്നുണ്ടോ, പൊതിഞ്ഞത്. ഇങ്ങനെ ഉണ്ടോ, നല്ല ഫ്രഷ് മീനാണ് കണ്ടോ. നല്ലോണം വൃത്തിയാക്കണേ, നന്നായി ക്ലീൻ ചെയ്യണേ. അകത്തൊക്കെ അതിൻ്റെ വേസ്റ്റൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യണേ. വെള്ളമൊഴിച്ച് നന്നായി കഴുകണേ. ഉപ്പ് രസം ഉണ്ടാവും, ഉപ്പ് രസം പോകാൻ നന്നായി വെള്ളമൊഴിച്ച് കഴുകണേ. ഞങ്ങളിവിടെ ഇത് ഇപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലോണം ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകും കേട്ടോ. ഒരുപാട് ഇവിടെ കിടന്ന് ഉണങ്ങിയതല്ലേ, വൃത്തി ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കഴുകിയാൽ മതി. ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകണേ. ഓരോന്നോരോന്നെടുത്ത് നല്ലോണം ക്ലീൻ ചെയ്യും. ഒരുപാട് അവിടെ കിടന്ന് വരുന്നതല്ലേ, കടപ്പുറത്തൊക്കെ കിടന്ന് വരുന്നതല്ലേ, ക്ലീൻ ചെയ്യാനേ നമുക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ. എല്ലാ അസുഖങ്ങളും വരുന്നതിന് മുന്നേ നമ്മൾ ഇതിപ്പോൾ നല്ല വൃത്തിയുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. നല്ല ക്ലീനായിട്ടില്ലേ കാണാൻ. അതിൻ്റെ അകവും പുറമൊക്കെ നല്ലോണം വൃത്തിയായി കൈകൊണ്ട് കഴുകണേ, സൂക്ഷിച്ച് കഴുകണേ. കയ്യിലൊക്കെ മുള്ള് കുത്താൻ സാധ്യതയുണ്ട് കണ്ടോ. നല്ല വൃത്തിയില്ലേ കാണാൻ. പൊടിയുപ്പിട്ടിട്ട് തന്നെ കഴുകണേ. പൊടിയുപ്പിലാകുമ്പോൾ കുറച്ച് കെമിക്കൽസൊക്കെ അടങ്ങിയതുകൊണ്ട് നല്ലോണം ക്ലീനാവും. ഇവിടെ പൊടിയുപ്പ് യൂസ് ചെയ്യാറില്ല, കല്ലുപ്പ് വാങ്ങി പൊടിച്ച് വയ്ക്കുകയും ചെയ്യും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇടുക. അവിടെ നല്ലോണം മിക്സ് ചെയ്ത് വറുക്കാൻ വയ്ക്കാം. നല്ലോണം ഇളക്കി മസാല പിടിപ്പിക്കുകയാണേ. അതിനിടയിൽ എൻ്റെ എണീറ്റ് തോന്നുന്നു, കരച്ചിലായിരുന്നു. അപ്പം അമ്മ എന്താ ചെയ്യണമെന്ന് നോക്കിയിരിക്കുക. നമ്മളെടുത്ത് ചട്ടാൻ വെച്ചു അടുപ്പിൽ. എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായിട്ട് ഇത് ഇട്ടാൽ മതിയേ.